ലിബ്രിയോഫീസ് റൈറ്ററിലെ സങ്കേതങ്ങൾ പരിചയപ്പെടുന്ന രണ്ടാമത്തെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ആദ്യം ലിബ്രിയോഫീസ് തുറക്കുകയാണ്. നമുക്കറിയാം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് റൈറ്റർ. അപ്പോൾ ലിബ്രിയോഫീസ് റൈറ്റർ തുറന്നു വന്നു. ഇതിൻ്റെ മാർജിൻ ക്രമീകരിക്കാനും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും ബോർഡർ കൊടുക്കാനും പോർട്രേറ്റ് അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഈ രീതിയിൽ ക്രമീകരിക്കാനുമാണ് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ ഇതിലേക്കൊരു മാറ്റർ കൊണ്ടുവരുന്ന കാര്യമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനൊരു ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഫോർമാറ്റ് പോവുക, പേജ് എടുക്കുക, ബോർഡർ സെലക്ട് ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ബോർഡറാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നു. 4 വശവും ബോർഡർ വേണം. സ്റ്റൈല് തീരുമാനിക്കുന്നു. ഡബിൾ ലൈനാണെന്ന് തീരുമാനിക്കാം. അതിൻ്റെ കളറ് തീരുമാനിക്കാം. ഏതെങ്കിലും ഒരു കളറ് കൊടുക്കാം. അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ വന്നു. ഇതിലേക്ക് നമ്മളൊരു മാറ്റർ കൊണ്ടുവരാൻ പോവുകയാണ്, അല്ലെങ്കിൽ മാറ്റർ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. മാറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ കിട്ടുന്നു. ക്യാപ്സ് ലോക്ക് ഓഫാക്കി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ കിട്ടുന്നു. ഏറ്റവും ബേസിക്കായിട്ടുള്ള രീതിയിലാണ്, വളരെ ബേസിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒരു ലൈനിൽ നിന്ന് താഴത്തെ ലൈനിലേക്ക് പോകാനായിട്ട് എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ താഴത്തെ ലൈനിലേക്ക് പോകും. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളെ ഫോർമാറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ ടൂളുകൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഫോർമാറ്റ് പോയി കഴിഞ്ഞ് ഫോർമാറ്റിൽ ക്യാരക്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ മുകളിലുള്ള ഈ ടൂൾ ബാറിൽ അതെല്ലാം ലഭിക്കും. അപ്പോൾ ഫോർമാറ്റിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അക്ഷരങ്ങളെ ഫോർമാറ്റ് ചെയ്യാനുള്ളതാണ്. ക്യാരക്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. അവിടെ ഫോണ്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇവിടെ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്നും CTL ഫോണ്ട് എന്നും കാണാം. ഈ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ഫോർമാറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മൾ മലയാള അക്ഷരങ്ങളെയാണ് ഫോർമാറ്റ് ചെയ്യുക. മലയാളമാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ അവിടെയാണ് ഈ CTL ഫോണ്ട് ഉപയോഗിക്കേണ്ടത്. അവിടെ നമുക്ക് ആ ഫോണ്ടിൻ്റെ പേര് കാണാം, രചന കാണാം. അതേപോലെ തന്നെ ഫോണ്ട് എഫക്റ്റ്, ഈ ഫോണ്ട് എഫക്റ്റിലാണ് നമുക്ക് ഫോണ്ടിനെ കളർ കൊടുക്കാൻ കഴിയുക. പിന്നെ ഹൈപ്പർ ലിങ്ക്, ബോർഡർ, പൊസിഷൻ, ഇങ്ങനെ കുറേ ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫോണ്ടിനെ ഫോർമാറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനും കഴിയും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഇതൊരു ഹെഡിങ് ആണെന്ന് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഹെഡിങ് ആണെന്ന് വിചാരിക്കുക. ഈ ഹെഡിങ്ങിനെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അതിന് അലൈൻമെൻറ്റ് എന്നാണ് പറയുക. 4 തരത്തിലുള്ള അലൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്, ഇത് സെൻറ്റർ അലൈൻമെൻ്റ് ആണ്, ഇത് റൈറ്റ് അലൈൻമെൻ്റ് ആണ്, ഇത് ജസ്റ്റിഫൈഡ് അലൈൻമെൻ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫൊക്കെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ വരുന്നതാണ് ഈ ജസ്റ്റിഫൈഡ് അലൈൻമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സെൻട്രലൈസ് ചെയ്യണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ. ഇതിനെ റൈറ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റ്. സെൻറ്ററിൽ നമ്മൾ ക്രമീകരിച്ചു. ഇതിൻ്റെ ഫോണ്ട് ഈ ലിബറേഷൻ സെറിഫ് എന്നുള്ള ഫോണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനെ മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ ഫോണ്ട് മാറ്റാം. അതിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാനായിട്ട് ഇവിടെ കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇവിടെ ബോൾഡാക്കാം, അതിനെ ഇറ്റാലിക്സ് ആക്കാം, അതിനെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ആ മാറ്റങ്ങൾ ഇവിടെ തന്നെ കാണാം. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ സെലക്ട് ചെയ്തിട്ട് ഈ അണ്ടർലൈൻ കീ ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഓൺ ഓഫ് ബട്ടണാണ്. ഇറ്റാലിക്സ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഓണായി, ആ ബട്ടൺ ഓണായിരിക്കണം, അതിനെ ഓഫ് ചെയ്താൽ മതി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. ബോൾഡ് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓണായിരിക്കുന്ന ബോൾഡ് കീ ഒന്ന് അമർത്തി കഴിഞ്ഞ് ഓഫാക്കാനായിട്ട് കഴിയും. ഇങ്ങനെ നമുക്ക് തോന്നുകയാണ്, ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ലെറ്റർ കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേഴ്സർ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കണം.
ഇടതുവശത്ത് വെച്ചിട്ട് കീബോർഡിലെ എൻ്റർ കീ ഒരു പ്രാവശ്യം അമർത്തി നോക്കൂ, അത് താഴത്തേക്ക് വന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അമർത്തിയാലോ താഴത്തേക്ക് വരും. വീണ്ടും നമുക്ക് തോന്നുകയാണ് ഇത് വേണ്ട, ബാക്കിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ കീബോർഡിലുള്ള ബാക്ക് സ്പേസ് കീ അമർത്തിയിട്ട് നമുക്കതിനെ പഴയ പൊസിഷനിലേക്ക് എത്തിക്കാനും കഴിയും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിങ്ങിനെ താഴത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ കേഴ്സർ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുക, എൻ്റർ കീ അമർത്തുക. ഓരോ പ്രാവശ്യം എൻ്റർ കീ അമർത്തുമ്പോഴും അത് താഴത്തേക്ക് വരും. മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ തന്നെയുള്ള ബാക്ക് സ്പേസ് കീ അമർത്തിയിട്ട് നമുക്കതിനെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ കളറ് മാറ്റാൻ എന്ത് ചെയ്യും? ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോവാം കേട്ടോ. ഫോർമാറ്റിൽ പോയിട്ട് ക്യാരക്ടർ എടുത്തിട്ട് കളറ് മാറ്റാനൊക്കെ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ തന്നെ പറ്റും. ഇവിടെ ഇത് ഫോണ്ട് കളറുമായി ബന്ധപ്പെട്ടാണ്, ഫോണ്ട് കളറാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് കിട്ടും, ഫോണ്ട് കളർ കിട്ടും. ഏത് കളറാണ് ആവശ്യം അത് സെലക്ട് ചെയ്യുന്നു, ആ കളറ് ആയിട്ടത് മാറിയിട്ടുണ്ട്. ഫോണ്ട് കളർ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫോണ്ട് കളറ് സെലക്ട് ചെയ്യാനുള്ള ഈ കീയുടെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റ് കളർ കാണാൻ പറ്റും. ആ ഹൈലൈറ്റ് കളറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. നമ്മൾ ഹൈലൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു കളറ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു കളറ് സെലക്ട് ചെയ്തു, എന്താ സംഭവിക്കുന്നത് നോക്കും. അത് ഹൈലൈറ്റായി ആ ലെറ്ററുകൾക്ക് മാത്രം, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലെറ്ററുകൾക്ക് മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുമ്പ് പറഞ്ഞിട്ട് എഡിറ്റിൽ പോയിട്ട് അൺഡു ചെയ്താൽ മതി. അല്ലെങ്കിൽ കീബോർഡിലുള്ള Ctrl+Z കീ ഒരുമിച്ച് അമർത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫോണ്ടുകളെ അതിൻ്റെ കളറ് മാറ്റാം, അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാം, അത് ബോൾഡാക്കാം, ഇറ്റാലിക്സ് ആക്കാം, ഇങ്ങനെ. ഇനി നിങ്ങൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കുറേ വേറെ ചില ടാബുകൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് അപ്പോഴാണ് സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അതുപോലെ നമുക്ക് പറയാം. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോണ്ടുകളെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.